വചനം പെയ്തിറങ്ങും സമയം, ഹൃദയം ജ്വലിക്കും നിമിഷം. വരുവിൻ ദൈവജനമേ ഒന്നായി, വചനജ്വാലയ ജ്വലിച്ചിടുവാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് കുറേ കാര്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് പറയുക, പ്രവൃത്തിയും വാക്കും ഒരുമിച്ച് കൊണ്ടുപോകണം. അവിടെ കർത്താവ് പച്ചയ്ക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയാത്ത തരത്തിലായ ഒന്നായി മാറും. എപ്പോൾ? ചുമ്മാ നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. സ്വർഗ്ഗരാജ്യത്തിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയല്ല എന്ന് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തത് അനീതിക്ക് തുല്യമാണെന്ന് കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറയും, ഞാൻ നിങ്ങളെ അറിയില്ല എന്ന്. കർത്താവ് എന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു അറിവല്ല പ്രിയമുള്ളവരെ. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അറിവെന്ന് പറയുമ്പോൾ ആഴമായ ഒരു ബന്ധമുള്ള വ്യക്തി എന്ന് അർത്ഥമാക്കുന്നത്. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. കർത്താവ് അഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. ദൈവമായിട്ട് മോശയ്ക്ക് അസാധാരണമാംവിധം ആഴമായൊരു ബന്ധമുണ്ടായി. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ദൈവമായിട്ട് ബന്ധം. ഈ ബന്ധത്തിലൂടെയാണ് കർത്താവ് പറയുന്ന ആഗ്രഹിക്കുന്ന അറിവ്. ദൈവശാസ്ത്രപരമായി ഈ അറിയുക എന്നതിന് ആഴമായ ബന്ധമുണ്ട്. ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം, ആദം തൻ്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു, അവൾ ഗർഭം ധരിച്ചു കായനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രൻ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അറിയുക എന്നർത്ഥമാക്കുന്നത്. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി പ്രിയമുള്ളവരെ, എൻ്റെ ദൈവവും ഞാനുമായിട്ട് ആഴമായ ബന്ധമുണ്ടാകുകയും ആ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിയുന്ന പ്രവൃത്തി വാക്കുമാകുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുമെന്ന്. ഈ ആഴമായ ബന്ധം ദൈവമായി സൃഷ്ടിക്കുവാൻ, ദൈവമായിട്ടാകുവാൻ നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. മറക്കരുത്, അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണുമ്പോൾ ആ തലത്തിൽ മാത്രം നിൽക്കാതെ ദൈവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് ഒന്നായി മാറുമ്പോൾ ദൈവത്തെ ആഴമായി അറിഞ്ഞ ഒരു വ്യക്തിയായി ഞാൻ മാറും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയം എല്ലാവർക്കും മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.